എല്ലാവർക്കും വന്നതിൽ നന്ദി. ഞങ്ങൾ ഗ്രീൻ പീസ് നിന്നാണ്. ഗ്രീൻ പീസും ഇവിടുത്തെ കുറച്ച് സംഘടനകൾ ചേർന്ന് ഞങ്ങൾ കഴിഞ്ഞ 5.5 മാസമായിട്ട് MSC എൽസ കപ്പൽ ദുരന്തത്തിൻ്റെ ഭാഗമായിട്ട് ക്യാമ്പയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ക്യാമ്പയിൻസ് എടുത്തു നോക്കിയാൽ അതിൻ്റെ അപ്രോച്ച് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് തന്നെ, ഞങ്ങൾ ഈ ഒരു 5.5 മാസത്തിൽ ഞങ്ങൾ 3 റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ അവസാനത്തെ ഈ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യാനാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഈ ക്യാമ്പയിൻ്റെ ഒരു ഇത് നമ്മൾ എടുത്തു നോക്കിയാൽ തന്നെ നമുക്കൊരു ഹൈക്കോർട്ടിൽ നമുക്ക് വന്നിരിക്കുന്ന വിധി, ആ ഒരു ഡെവലപ്മെൻറ്റ് വന്നിരിക്കുന്നത് 1277 കോടി രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ ഈ വെസൽസ് അവർക്ക് വിട്ടുകൊടുക്കുള്ളൂ എന്നാണ്. പക്ഷേ ഇത് നമ്മൾ നോക്കുമ്പോൾ, ഇത്രയും ഈ ഒരു 5.5 മാസത്തിൽ നമ്മൾ നോക്കുമ്പോൾ 5.5 മാസത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇതുവരെ കോർട്ടിലല്ലാതെ ഈ MSC മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി ഇതുവരെ ഒരു റെസ്പോൺസ് പബ്ലിക്കിൽ വന്ന് ചെയ്തിട്ടില്ല. ഇനി അവരുടെ ഡിമാൻഡ്സ് എന്താണ്, അല്ലെങ്കിൽ അവരെന്താണ് ഇനി ഇതിനു വേണ്ടി ചെയ്യാൻ പോകുന്നതെന്ന് ഇന്ന് വരെ പബ്ലിക്കിൽ വന്ന് അവർ പ്രസിദ്ധീകരിച്ചിട്ടില്ല, പറഞ്ഞിട്ടുമില്ല. അപ്പോൾ നമ്മൾ ഈ റിപ്പോർട്ട്, ഈ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ഇവിടെ ലോഞ്ച് ചെയ്യുന്നത് മെയിൻലി ഈ 15 വർഷം 2015 തൊട്ട് 2025 വരെയുള്ള ഈ 15 വർഷത്തിൽ MSC എങ്ങനെയാണ് ഇത്രയും വേൾഡ് ലാർജസ്റ്റ് ഷിപ്പിംഗ് കമ്പനിയായിട്ട് മാറിയതെന്നും അതിൻ്റെ പിന്നിൽ എങ്ങനെയാണ് ഇവർ പ്രവർത്തിച്ചതെന്നും ഇവർ കാണിക്കുന്ന ഈ ആക്സിഡൻറ്റ്സിൽ ഈ ദുരന്തങ്ങൾ എല്ലാം നമ്മൾ എങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് ലോ അക്കോർഡിംഗ് ടു ലോ അവർ കൈയൂരുന്നത്, മറ്റ് രാജ്യത്ത് പോലെ ഈ ഗ്ലോബൽ സൗത്തിൽ ചെയ്യുന്നത് എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചാണ് ഞങ്ങൾ ഈ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് റിലീസ് ചെയ്യുന്നത്. ഒന്ന് നോക്കിയാൽ തന്നെ അറിയാം, ഗ്ലോബൽ ട്രേഡിൽ ഇന്ത്യ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു രാജ്യമാണ്, അതിൽ കേരളം എസ്പെഷ്യലി. ഇപ്പോൾ നോക്കുമ്പോൾ തന്നെ അറിയാം, നമ്മുടെ ഈ MSC എൽസ കപ്പൽ ദുരന്തം നമ്മുടെ ഇവിടെ ഉണ്ടായതിന് ശേഷം അവരുടെ ഒരു പാറ്റേൺസ്, ഈ കമ്പനിയുടെ പാറ്റേൺസ് മെയിൻലി അവർ ഫോക്കസ് ചെയ്യുന്ന പ്രോഫിറ്റാണ്. അവർക്ക് വേണ്ട മണി അവർ പ്രോഫിറ്റ് ചെയ്യുന്നുണ്ട്. ഗ്ലോബൽ നോർത്ത് അനുസരിച്ച് നോക്കുമ്പോഴത്തേക്ക് ഗ്ലോബൽ നോർത്ത് ആ ഒരു റൂൾസ് റെഗുലേഷൻസ് നമ്മൾ നോക്കുമ്പോൾ അവിടുത്തെ സസ്റ്റൈനബിൾ അല്ലെങ്കിൽ ഈ ഷിപ്പ് ചാർട്ടേഡ് ചെയ്യേണ്ട പ്രോസസ്സ്, ലോസ്, റെഗുലേഷൻസ്, മണി സ്പെൻഡ് ചെയ്യേണ്ടതൊക്കെ വളരെ ഹൈ ആണ്. പക്ഷേ കമ്പയർഡ് ടു ഗ്ലോബൽ സൗത്തിൽ വരുമ്പോഴത്തേക്ക് ലേബേഴ്സ് ഇവിടെ ചാർട്ടേഡ് ചെയ്യേണ്ടതൊക്കെ ലോ അനുസരിച്ച്, റെഗുലേഷൻസ് അനുസരിച്ചും പുവറാണ്, ലേബർ അനുസരിച്ചും വളരെ ചീപ്പായിട്ടുള്ളതാണ്. അപ്പോൾ അവരുടെ ഒരു മെയിൻ പാറ്റേൺ ആയിട്ട് ഇത് വരികയാണ്. ഇങ്ങനെയുള്ള ഗ്ലോബൽ സൗത്ത്, ഇന്ത്യ, ശ്രീലങ്ക, ബംഗ്ലാദേശ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇവർ വന്ന് ഈ ദുരന്തങ്ങൾ ഉണ്ടാക്കുകയും നമ്മുടെ സമുദ്രത്തിന് അത് ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്യുകയാണ്. ഇത് മെയിനായിട്ട് നമ്മൾ അന്ന് തൊട്ട് നമ്മുടെ 5.5 മാസത്തെ ഈ ക്യാമ്പയിൻ അന്ന് തൊട്ട് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ദുരന്തം ഇവർ തന്നെ ഏറ്റെടുക്കണം, ഇവരുണ്ടാക്കിയ ദുരന്തം ഇവർ തന്നെ ഏറ്റെടുക്കണം. അതിന് കൃത്യമായ കോമ്പൻസേഷൻസ്, എക്കോളജിക്കൽ ഡാമേജ് ആയാലും കമ്മ്യൂണിറ്റികൾക്ക് നഷ്ടപ്പെട്ട ഡാമേജസുകളായാലും അവരതിന് ഉത്തരവാദിത്തമാണ്, അതവർ കോമ്പൻസേറ്റും ചെയ്യണമെന്നാണ് നമ്മളിതിലൂടെ അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ പിന്നെ കാണിക്കുന്നത് എന്ന് വെച്ചാൽ, ഈ റിപ്പോർട്ടിൽ മെയിൻലി നമ്മൾ കാണിക്കുന്നത് ഇവർ മറ്റ് രാജ്യത്ത് കാണില്ല ഈ ലോ, ഒന്നെന്ന് പറയുന്നത് നമുക്കിവിടെ അങ്ങനെ ഒരു മെക്കാനിസം കൊണ്ടുവരണം. കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടു കൂടി ഇങ്ങനത്തെ ഇൻസിഡൻറ്റ് ഇനി ഇതുപോലെ ഉണ്ടാവാതിരിക്കാനുള്ള മെക്കാനിസം നമ്മളിവിടെ കൊണ്ടുവരണം. അതോടൊപ്പം തന്നെ അതിനൊരു സ്ട്രിക്റ്റ് ലോ, റെഗുലേഷൻസ് ഉണ്ടാക്കണം. കാരണം ഇനിയും ഇവരിത് റിപ്പീറ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഈയിടെ ഇന്ന് നമ്മുടെ ഒരു ടീം വോളണ്ടിയേഴ്സ് എല്ലാവരും MSC കൊച്ചിയിൽ ഞങ്ങൾ ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ നമ്മുടെ വോളണ്ടിയേഴ്സും ടീമും 8,000-ഓളം പോസ്റ്റ് കാർഡ്സും പെറ്റീഷൻസും നമ്മൾ അവിടെ അവർക്ക് സബ്മിറ്റ് ചെയ്യുകയാണ്. അത് നമ്മൾ കാണിക്കുന്നത്, നമ്മുടെ പബ്ലിക് അത് നമുക്ക് തന്നതാണ്. അതിൻ്റെ റെസ്പോൺസ് സോളിഡാരിറ്റിയെ കാണിക്കുന്നതാണ്. ആ ലോസ് ആൻഡ് ഡാമേജ്, നഷ്ടമായതും അതിനുള്ള ഡാമേജും എല്ലാം അവരുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് അവർ തന്നെ ചെയ്യണം. കാരണം പൊല്യൂട്ടേഴ്സ് പേ എന്നാണ്. ആരാണോ പൊല്യൂട്ട് ചെയ്യുന്നത് അവരാണ് പേ ചെയ്യേണ്ടത്, അല്ലാതെ ജനങ്ങളുടെ പൈസയിൽ നിന്നല്ല എടുത്ത് ചെയ്യേണ്ടത്. ആരാണോ പൊല്യൂഷൻ ചെയ്യുന്നത് അവർ തന്നെ പേ ചെയ്യണമെന്നാണ്. ഇതിൻ്റെ കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സിൻ്റെ കീ ഹൈലൈറ്റ്സ് ഐ എം പാസിംഗ് മൈ മൈക്ക് ടു കൊളീഗ് Akesh. So there are a few things with the investigation report. So what this investigation report also tries to highlight are basic 3 key points, which is one, this is not an isolated incident with this MSC shipwreck. There have been incidents like these with the MSC ships before as well. So incidents like container fires, cargo losses, oil spills, and so this is not something what we also trying to point out in this report. This is not an isolated incident. This has been happening with the MSC ships, and they have been evading accountability. They have been trying to push the blame on different things like with the communities, or there have been like
one of the thing which has been there, recurring thing which has been there with the MSc is that second thing is that they have what we have also seen in this through this investigative report, that they have the South Asia is being looked as a dumping ground for the ships. Like if you can take a look at the trade routes which the MSc has followed, or how they try to put aging ships in South Asian routes. So that has been one of the key highlights of this report, that how when a vessel is aging, it's been sent to South Asian waters. So, and as a result, we can see that MSc ELSA 3, which almost completed 25 years, it was commissioned in 1997 and handed over to, and MSc took it to 2015. It was already a very aging ship, so that's what we are also trying to point out in this report, that this is not one key incident. These incidents have been happening, and these aging ships have been sent to South Asia before as well. And whenever there is an incident like this with MSc, so what they have been doing, this is a trend. What they have been doing, they have been non-compliant. They have also flagging liability patterns, and there's also something called flags of convenience. Like this was a Liberia flag of convenience. So this is what we are trying to say in this report as well, that these are not one isolated incident. These are recurring, and there are few things which we also need to take into account. That why suddenly these aging ships come to South Asian waters? Why, when there have been reported incidents with MSc ships, and these incidents were not catered to, there were no compliances, and whenever such incidents happen, what MSc does is that we cannot pay. There are we are not liable to pay, and they don't comply with the local rules and like regulations. And one more thing is also there in this investigative report, that how South Asia becomes a dumping ground for these ships. So suddenly you will see that when these ships age, these are thrown to South Asian waters, and then what also happens, that these ships are, like when they age or when they expire, these ships are thrown to the these ships are given to for like docking, scrapping and all, in these South Asian countries, be it Bangladesh, India, Pakistan and other countries. So what we are also trying to point out here, that this has been happening, this has been continuously happening, and there needs to be some accountability. And what accountability? That whatever has happened in this MSc ELSA 3, MSc should come forward and they should pay for the damages. There should be a loss and damage framework here, and whosoever, like be it environmental problems, be it the loss of livelihood of these coastal communities, MSc has to pay for it. And so we are hopeful that MSc acts on this, and that's why we are here today. നമുക്ക് പറയാനുള്ളത്, ഇനിയും MScക്ക് മൗനം പാലിക്കാൻ പറ്റില്ല. ദേ ഹാവ് ടു കം ഫ്രണ്ട് ആൻഡ് ദേ ഹാവ് ടു ടോക്ക് ടു ദ പബ്ലിക്. സോ മെയിൻലി അതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇതിന് വേണ്ടിയിട്ട് സപ്പോർട്ടും ചെയ്യണം. അതേപോലെ എവിഡൻസ് കളക്ട് ചെയ്ത് അത് കോർട്ടിൽ സബ്മിറ്റ് ചെയ്യാനും, മെയിനായിട്ട് അതിൻ്റെ മെഷർമെൻറ്റ്സ്, ഇനി ഇങ്ങനെ ഒരു ദുരന്തം നമ്മുടെ രാജ്യത്ത് ഉണ്ടാവരുത്, ഇക്കോളജിക്കൽ ഡാമേജും കമ്മ്യൂണിറ്റീസിനുള്ള ഡാമേജും ഇനി ഉണ്ടാവരുത് എന്നുള്ള മെഷേഴ്സ് എടുക്കണം.